ബി.ജെ.പിക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരുവും ഇരട്ടച്ചങ്കനുമൊക്കെയാണ്. മോദിയുടെ ഈ ഇരട്ടച്ചങ്കിന്റെ ബലം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മേലാണ് പരീക്ഷിക്കുന്നത്. ആവശ്യമുള്ളിടത്ത് ഇരട്ടച്ചങ്കുമില്ല, വിശ്വഗുരു പട്ടവുമില്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന പരിപാടിയുടെ ഉപജ്ഞാതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. ലോക നേതാക്കളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി പിടിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാടുകളിൽ നാണം കെടുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. യുഎസിന്റെ വലതുഭാഗത്തും റഷ്യയുടെ ഇടതുഭാഗത്തും ചൈനയുടെ മുന്നിലും നിൽക്കാൻ സാധിക്കുന്ന ഭരണാധികാരിയാണെന്നുമാണ് ബി.ജെ.പിക്കാർ മോദിയെക്കുറിച്ച് വീമ്പ് പറയുന്നത്. ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെന്ന പേരിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ച വേളയിൽ അവർ നേരിട്ട അനുഭവങ്ങൾ. 104 പേരുമായി ബുധനാഴ്ചയാണ് അമേരിക്കൻ വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് എത്തിയത്. C-17 വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ച സംഘത്തിൽ 79 പുരുഷന്മാരും 25 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരെ ക്രൂരമായി അപമാനിച്ചപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തുവാനോ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുവാനോ നരേന്ദ്രമോദി മെനക്കെട്ടില്ല. ട്രംപ് അധികാരമേറ്റപ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തേനൊലിപ്പിച്ച നരേന്ദ്രമോദി ഈ ക്രൂരത നടന്നപ്പോഴും മിണ്ടാതെ തൻ്റെ ഇരട്ടച്ചങ്കും തിരുമ്മി ഇരിക്കുകയാണ്. പേടി സ്വപ്നമായിരുന്നു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ യാത്രയെന്നാണ് തിരികെ എത്തിയ ഇന്ത്യക്കാർ മുഴുവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കയ്യാമം അണിയിക്കുകയും കാലുകൾ ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കുടിയേറ്റ ക്യാമ്പിലേക്ക് പോകുകയാണെന്നാണ് കരുതിയതെന്നും സൈനിക വിമാനത്തിൽ കയറുന്നവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് തിരിച്ചെത്തിയവരിൽ പലരും പറയുന്നത്. 40 മണിക്കൂർ നീണ്ട യാത്ര കഠിന പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും തകർത്തു കളഞ്ഞുവെന്നും മറ്റൊരു യാത്രികനും അഭിപ്രായപ്പെടുന്നു. ലോകത്ത് നട്ടല്ലുറപ്പുള്ള ഭരണാധികാരികളുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരനുഭവങ്ങളാണ് ഇന്ത്യക്കാരായ 104 പൗരന്മാർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. തങ്ങളുടെ ഈ രാജ്യത്തെ ജനങ്ങളെ കുറ്റവാളികളെ പോലെ പറഞ്ഞേക്കുന്നു എന്നറിയിച്ചപ്പോൾ US നടപടിയെ വെല്ലുവിളിച്ച ഭരണാധികാരിയുടെ പേര് ഗുസ്താവോ പെട്രോ എന്നായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരായി കൊളംബിയക്കാരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ തങ്ങളുടെ വിമാനമയക്കുമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മെക്സിക്കോ, ബ്രസീൽ തുടങ്ങിയ രാജ്യ ഭരണാധികാരികളും അതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ നാണക്കേടുണ്ടാക്കിയ US നടപടിയുണ്ടായിട്ടും എന്തെങ്കിലും മിണ്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ US നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇത്തരം ഒഴിപ്പിക്കലുകളിൽ വിലങ്ങണിയിക്കൽ സ്വാഭാവികമാണെന്നും സ്ത്രീകളും കുട്ടികളെയും വിലങ്ങണിയിച്ചില്ല എന്നുമുള്ള വിചിത്ര വിശദീകരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. വിജയിച്ച ശേഷം അതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പുവെച്ച ആദ്യ ഉത്തരവുകളിൽ ഒന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നതായിരുന്നു. ഇത്രയും നാൾ എന്തെങ്കിലും ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ബി.ജെ.പി സർക്കാർ US നടപടിയെ നെറികെട്ട നിലയിൽ ന്യായീകരിക്കുകയാണിപ്പോൾ ചെയ്തിരിക്കുന്നത്.